കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുത്ത അങ്കമാലി മൂഴിക്കുളത്ത് നിന്ന് അരുൺ ശങ്കർ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. അരുൺ, ഒരു നാടിന്റെ മുഴുവൻ തീരാവേദനയായി മാറിയിരിക്കുകയാണ് കല്യാണി. ഇന്നലെയൊക്കെ 7-8 മണിക്കൂറോളം തെരച്ചിൽ നടത്തുമ്പോഴും ആ കുഞ്ഞിനെ ജീവനോടെ കണ്ടെത്തണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമായിരുന്നു എല്ലാ മനുഷ്യന്റെയും മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ചേതനയറ്റ ആ ഒരു ശരീരം മാത്രമേ ഒടുവിൽ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. ഇപ്പോൾ അരുണിന്റെ പിന്നിലായി കാണുന്ന പുഴയിൽ നിന്ന് ഒരുപാട് സമയം നീണ്ട ആ ഒരു തെരച്ചിൽ നടക്കുമ്പോൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നത് ആ കുഞ്ഞിനെ ഒരിറ്റു ശ്വാസത്തോടു കൂടിയെങ്കിലും നമുക്ക് വീണ്ടെടുക്കാൻ കഴിയണേ എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ എല്ലാം വിഫലമായി. അമ്മയുടെ കൈകൊണ്ട് തന്നെ കുഞ്ഞ് മരിച്ചു എന്നറിയുമ്പോഴായിരുന്നു അതിൽ ഏറ്റവും വലിയൊരു ഞെട്ടലുണ്ടാക്കിയത്. പക്ഷെ ഇപ്പോഴും ഒരുപാട് അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. എന്തിനാണ് ഈ അമ്മ ഈ ക്രൂരകൃത്യം ചെയ്തത്? കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് എന്ന് പറയുന്നു. അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? അതുപോലെ തന്നെ അമ്മയ്ക്ക് മാനസികമായ ചില അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ. ഇപ്പോൾ പോലീസ് അന്വേഷണം ഇനി ഏതൊക്കെ രീതിയിലായിരിക്കും? ഈ വിവരങ്ങളൊക്കെ വ്യക്തത വരുത്തേണ്ടതില്ലേ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തേടിയെടുക്കാനായി അമ്മയെ എങ്ങനെയായിരിക്കും ചോദ്യം ചെയ്യുന്നത്? അതോടൊപ്പം തന്നെ ഇന്ന് കൊലക്കുറ്റം ചുമത്താനല്ലേ സാധ്യത? തൃപ്പൂണിത്തുറ തിരുവാങ്കുളത്ത് നിന്ന് 3 വയസ്സുകാരിയെ കാണുവാനില്ല എന്നുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ മുതൽ ഈ നാട് ഒന്നാകെ പ്രാർത്ഥിച്ചത് ആ കുട്ടിയെ വേഗം തന്നെ തിരിച്ച് കിട്ടണം എന്നുള്ളതാണ്. പക്ഷേ അതിന് പിന്നിൽ ഒരു അമ്മയുടെ ക്രൂരത ഒളിഞ്ഞിരിക്കുന്നു എന്ന് ആരും കരുതിയിരുന്നില്ല. അമ്മയും കുഞ്ഞിനെയും കൂടെയാണ് കാണാതായത് എന്നുള്ളതായിരുന്നു ആദ്യം ലഭിച്ച വിവരം. അതിനുശേഷം അമ്മയുടെ വീട്ടിലുണ്ടെന്ന് മനസ്സിലാക്കി. കുറുമശ്ശേരി, ആലുവ അങ്കമാലി കുറുമശ്ശേരിയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി. പക്ഷെ അപ്പോഴും കുഞ്ഞ് എവിടെ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്നുള്ളതായിരുന്നു ആ അമ്മ ആദ്യം പറഞ്ഞത്. പല മൊഴികൾ ആദ്യം നൽകി. പക്ഷേ അവസാനമാണ് താൻ കുഞ്ഞിനെ കുറുമശ്ശേരിയിലെ മൂഴിക്കുളം പാലത്തിന് മുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞു എന്ന വിവരം പറയുന്നത്. ഇതിനെ തുടർന്നാണ് മൂഴിക്കുളം പാറക്കടവ് പാലത്തിന് സമീപത്ത് വലിയ രീതിയിൽ തിരച്ചിൽ ആരംഭിച്ചത്. അഗ്നിരക്ഷാസേന ഉൾപ്പെടെ ഇവിടെ എത്തി തിരച്ചിൽ ആരംഭിച്ചു. അടിയൊഴുക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ മൃതദേഹം തൊട്ടടുത്ത് തന്നെ നിന്ന് കിട്ടി. ഇപ്പോൾ മൃതദേഹം അങ്കമാലി താലൂക്ക് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ അമ്മയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സന്ധ്യ എന്നാണ് പേര്. ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. കൊലക്കുറ്റം ചുമത്തും എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. കാരണം അവർ തന്നെ കാര്യം സമ്മതിച്ചിട്ടുണ്ട്, താൻ പുഴയിലെ കുഞ്ഞിനെ എറിഞ്ഞു എന്നുള്ളത്. ഇനി അത് എന്തിനാണ് എന്നുള്ളതും കൂടി കണ്ടെത്തേണ്ടതുണ്ട്. നമുക്കിവിടെ ഇപ്പോൾ നാട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. അവരോട് തന്നെ ചോദിക്കാം, ചേട്ടാ ഈ സംഭവം അറിഞ്ഞിരുന്നോ? എൻ്റെ വീട് ഇവിടെ അടുത്താണ്. പക്ഷെ ഞാൻ ഇപ്പോൾ വന്നപ്പോഴാണ് അറിഞ്ഞത്. ചാനല് രാത്രി വെച്ചില്ല. ഇവരെ അടുത്തുള്ളവരാണെന്ന് പറയുന്നത്. കുറുമശ്ശേരിയിലുള്ളതാണ്. ഇവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളൂ. അറിയാവുന്നവരാണോ? അല്ല, ആളെ കണ്ടാലല്ലേ അറിയാൻ പറ്റുള്ളൂ. ഞാൻ ആളെ കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ ലോട്ടറി വെക്കാൻ നടക്കുന്ന ആളാണ്. കോഴിക്കോളത്ത് വന്നപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ഇങ്ങോട്ട് വേഗം ഞാൻ പോകുന്നതാ. ഇവിടെ കൊണ്ടിട്ടെന്ന് പറയാനുണ്ടായി. നാട്ടുകാരൊക്കെ ചിലർ ഇപ്പോൾ അറിയുന്നതേ ഉള്ളൂ. എല്ലാവരും എൻ്റെ ഞെട്ടലും കൂടിയാണ്. കാരണം ഒരു അമ്മയാണ് സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ വകവരുത്തിയിരിക്കുന്നത്. അത് 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ. ഈ അമ്മ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയാണുള്ളത്. ഇന്ന് കൊലക്കുറ്റം ചുമത്തും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. തുടർ നടപടികൾ പോലീസ് കൈക്കൊള്ളും. ഈ കൊലപാതകത്തിന് പിന്നിൽ എന്താണ് കാരണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിലവിൽ പറയുന്നത് കുടുംബത്തിൽ വഴക്കുണ്ടായിരുന്നു, അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു കാരണം കൊണ്ട് മാത്രം ഇങ്ങനെ കുഞ്ഞിൻ്റെ ജീവൻ എടുക്കേണ്ടതുണ്ടോ എന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതോടൊപ്പം തന്നെ ഈ സ്ത്രീ മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണെന്നും കൂടി പറയുന്നുണ്ട്. അതൊക്കെ കൃത്യമായ അന്വേഷണത്തിലൂടെ സ്ഥിരീകരിക്കേണ്ടതാണ്. അതൊക്കെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുക മാത്രമാണ് ഉള്ളത്. അങ്ങനെ അത്തരമുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് കൊന്നു എന്നുള്ളതൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അച്ഛനാണ് ഈ കുട്ടിയെ കാണുവാനില്ല എന്ന പരാതി നൽകിയത്. അംഗനവാടിയിലേക്ക് പോയ കുഞ്ഞിനെ അമ്മ തിരിച്ചു കൊണ്ടുവരാൻ പോയിരുന്നു. പക്ഷേ പിന്നീടാണ് 2 പേരെയും കാണാതാകുന്നത്. അമ്മയെ പിന്നീട് അമ്മയുടെ കുറുമശ്ശേരിയിലെ വീട്ടിൽ കണ്ടെത്തി. പക്ഷേ അപ്പോഴും കുഞ്ഞ് എവിടെ നിന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നില്ല. തുടർന്ന് നടത്തിയ തിരച്ചിലാണ് മൂഴിക്കുളം പാറക്കടവ് പാലത്തിന് സമീപത്ത് നിന്ന് കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. തീർച്ചയായും അരുൺ പറഞ്ഞതുപോലെ തന്നെ അച്ഛനും അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനൊക്കെ ഈ കുഞ്ഞിനെ കൊന്നാണോ ഒരു പ്രതികാരം തീർക്കേണ്ടത് എന്നുള്ളതാണ് ഒരു ചോദ്യമായി ബാക്കി നിൽക്കുന്നത്. ഇനിയിപ്പോൾ കുഞ്ഞിൻ്റെ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? അതിൻ്റെയൊക്കെ ക്രമീകരണങ്ങളായോ? കുഞ്ഞിൻ്റെ സംസ്കാരം സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊക്കെ വരേണ്ടതുണ്ട്. ഇന്നലെ കുഞ്ഞിനെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു
ആ കടമ്പ കഴിഞ്ഞു. കുഞ്ഞിൻ്റെ മൃതദേഹം ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. പോസ്റ്റ്മോർട്ടം കഴിയണം. അതിനുശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. തുടർന്നായിരിക്കും സംസ്കാരം നടക്കുക. തിരുവാങ്കുളത്താണോ അതോ കുറുമശ്ശേരിയിലാണോ കുഞ്ഞിൻ്റെ സംസ്കാരം നടത്തുക എന്നെ സംബന്ധിച്ചൊക്കെ ഇനി തീരുമാനം എടുക്കേണ്ടതുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്തിനാണ് ഈ കുഞ്ഞിനെ കൊന്നത് എന്നുള്ളതാണ് ഈ നാടിന് ഒന്നാകെ അറിയേണ്ടത്. കാരണം ഈ കുഞ്ഞിനെ കാണുവാനില്ല എന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഈ നാട് ഒന്നാകെ ആ കുഞ്ഞിനെ കിട്ടണം എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഇവിടെ ഉള്ള നാട്ടുകാർ ഉൾപ്പെടെ നടത്തിയിരുന്നു. ആ കുഞ്ഞിൻ്റെ ഫോട്ടോ ഷെയർ ചെയ്താണെങ്കിലും ആ വിവരങ്ങൾ പരസ്പരം പങ്കുവച്ചാണെങ്കിലും ഒക്കെ ഈ നാട് ഒന്നാകെ ആ കുഞ്ഞിനെ കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. പക്ഷേ ആ ശ്രമമാണ് അവസാനം വിഘ്നമായി മാറിയത്. കുഞ്ഞിനെ ചേതനയൊക്കെ ശരീരമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടി കൊന്നു എന്നുള്ളത് എല്ലാവർക്കും എന്തിനു വേണ്ടി ഒരു കൊലപാതകം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരണം. അക്കാര്യത്തിൽ പോലീസ് വിശദമായി അന്വേഷണം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ അമ്മയ്ക്കെതിരെ സന്ധ്യക്കെതിരെ ഇന്ന് കൊലക്കുറ്റം ചുമത്തി കേസെടുത്ത് തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ നീക്കം. കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുത്ത അങ്കമാലി മൂഴിക്കുളത്ത് നിന്നാണ് അരുൺ ശങ്കർ വിവരങ്ങൾ നൽകിയത്.